ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. എൻ്റെ വീഡിയോ കാണുന്നവരിൽ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും എന്ന് ഞാൻ ഓർക്കുന്നു. ഞാനിപ്പോൾ സൗദിയിലാണ്. കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് സൗദിയിൽ ദമാമിൽ വെജിറ്റബിൾ, ഫ്രൂട്ട്സ്, ഫിഷ്, മീറ്റ് എല്ലാം കൂടെ ഒരുമിച്ച് കിട്ടുന്ന മാർക്കറ്റാണ് കേട്ടോ. സോ ഞാൻ സൗദിയിലെത്തിയപ്പോൾ എനിക്ക് എങ്ങനെ പർച്ചേസ് ചെയ്യണം, എന്തായാലും ഫുഡ് ഉണ്ടാക്കണം, ഫുഡ് കഴിക്കണം, എങ്ങനെ പർച്ചേസ് ചെയ്യണം, എന്തൊക്കെ മേടിക്കണം എന്നൊന്നും എനിക്ക് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. സോ എൻ്റെ ഫ്രണ്ടാണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞത്, ഇങ്ങനെ സജസ്റ്റ് ചെയ്തത്, ഇങ്ങനെ മാർക്കറ്റുണ്ട്, അവിടെ പോയി മേടിക്കുകയാണെങ്കിൽ മാസമായിട്ട് മേടിക്കുകയാണെങ്കിൽ നമുക്ക് ലാഭമായിട്ട് എല്ലാം മേടിക്കാനായിട്ട് പറ്റും. സോ ഒരു ബഡ്ജറ്റഡ് ഷോപ്പിംഗ് നോക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരു 2 വീക്സ് 2.5 വീക്സിലേക്ക് നമുക്ക് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഫിഷും മീറ്റൊക്കെ മേടിച്ചിട്ട് സ്റ്റോർ ചെയ്യാവുന്നതാണ്. സോ നമുക്ക് എപ്പോഴും പോയി മേടിക്കേണ്ട കാര്യമില്ല. എപ്പോഴും നമ്മൾ നെസ്റ്റോ ലുലു അങ്ങനെ എപ്പോഴും പോയി മേടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ മേടിക്കുമ്പോൾ നമ്മുടെ ബഡ്ജറ്റ് കൂട്ടും. അപ്പോൾ ഇങ്ങനെ നമുക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ ഇങ്ങനെ പോയിട്ട് ദമാമിൽ പോയിട്ട് മേടിക്കുകയാണെങ്കിൽ നല്ലോണം എക്സ്പെൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു 100 റിയാലിൻ്റെ ഉള്ളിൽ നമുക്ക് 2.5 വീക്സിലേക്കൊക്കെ ഉള്ള എല്ലാ സംഭവം മേടിക്കാൻ പറ്റും. അതും ഫ്രഷ് ആയിട്ടുള്ളതുകൊണ്ട് എല്ലാം നല്ല ഫ്രഷാണ്. അപ്പോൾ അതുകൊണ്ട് അത് സ്റ്റോർ ചെയ്ത് വെക്കണേലും പ്രശ്നമൊന്നുമില്ല. സോ ഞാൻ ഇതിന് മുമ്പ് ഒരു പ്രാവശ്യമാണ് ഇങ്ങനെ മേടിച്ചത്. സോ ഇത് സെക്കൻഡ് ടൈമാണ്. ഫസ്റ്റ് ടൈം ഞാൻ മേടിച്ചപ്പോഴും എനിക്കിങ്ങനെ കുറേ നാളത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും നമുക്ക് വെജിറ്റബിൾസൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കണോണ്ട് കറക്റ്റായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി ഫ്രിഡ്ജിൽ. സോ ഈ മാർക്കറ്റ് എന്നും ഓപ്പൺ ആണ്. നമ്മൾ പോകാറുള്ള സാറ്റർഡേ 10 o'clock 11 o'clock ആ ഒരു ടൈമിലാണ്. സോ നമ്മൾ ഈ മാർക്കറ്റിലേക്ക് കയറുമ്പോൾ തന്നെ കുറേ സ്റ്റോളുകളുണ്ട്. വെജിറ്റബിൾസിൻ്റെ, ഫ്രൂട്ട്സിന് ഇങ്ങനെ മാറി മാറി കുറേ സ്റ്റോളുകളുണ്ട്. അപ്പോൾ ഞങ്ങൾ 31 എന്നുള്ള സ്റ്റോളിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. അത് മലയാളികളുടെയാണ്. സോ നമ്മൾ മേടിച്ച 2 പ്രാവശ്യം അവിടെ നിന്നാണ്. അത് ഇച്ചിരിയോടെ നല്ലതായിട്ട് അവരെല്ലാം വെക്കുന്ന എടുത്തൊക്കെ തരുന്നതായിട്ട് എനിക്ക് തോന്നി. സോ നമ്മൾ അവിടെയാണ്. പിന്നെ അത് തൊട്ടടുത്തുള്ള ഫ്രൂട്ട്സിൻ്റെ സ്റ്റോളിൽ നിന്നാണ് നമ്മൾ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ടായത്. പിന്നെ നമ്മൾ പോയത് ഫിഷ് മേടിക്കാനായിരുന്നു. ഫിഷ് നമ്മൾ ഒരുവിധം ക്വാണ്ടിറ്റി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഫിഷും നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫിഷാണ് കിട്ടുന്നത്. നമ്മൾ അയല, മത്തി, ചെമ്പല്ലി അങ്ങനെ കുറച്ച് മീനാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാഷ് ചെയ്യാനുള്ള ഏതെങ്കിലും ഡ്രസ്സ് ഇട്ടിട്ട് പോവുക. ബിക്കോസ് നമ്മളൊന്ന് ആ ഫിഷിൻ്റെ മാർക്കറ്റിൽ കയറി ഇറങ്ങുമ്പോഴേക്കും നമ്മുടെ ഡ്രസ്സിലൊക്കെ നല്ല സ്മെല്ല് പിടിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഒന്ന് കയറി ഫുള്ള് നടന്നു കഴിയുമ്പോൾ നമുക്ക് കുറേ മലയാളികളുടെ കടകൾ കിട്ടും. അപ്പോൾ മലയാളികളുടെ കടയിൽ നിന്ന് നമ്മളെ കാണുമ്പോൾ തന്നെ അവർ അടുത്തേക്ക് വരും, മലയാളിയാണ് മനസ്സിലാവുമ്പോൾ തന്നെ. സോ മലയാളിയുടെ ഷോപ്പിൽ നിന്നാണ് ഞങ്ങൾ ഫിഷ് മേടിച്ചത്. സോ കോബാറിൽ നിന്ന് ദമാമിലേക്ക് ഒരു 20-25 മിനിറ്റ്സ് ഡ്രൈവ് ഉള്ളതുകൊണ്ട് നമ്മൾ കാറിൽ ഫിഷ് വയ്ക്കുമ്പോൾ അതിൻ്റെ സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടി കുറേ ഒരു 5-6 കവർ ചെയ്ത് കെട്ടിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഒരു ബക്കറ്റ് അങ്ങനത്തെ സംഭവങ്ങൾ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ നൈസായിരിക്കും, കാറിൽ സ്മെല്ലൊന്നും പിടിക്കില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയെന്ന് ഞാൻ കരുതുന്നു. നമ്മൾ സാലറി കിട്ടുമ്പോൾ ഓരോന്നിനും ഇത്രയായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വയ്ക്കുന്ന മന്ത്ലി ബഡ്ജറ്റ് പ്ലാൻ ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ ഓർക്കുന്നു. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.